നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ടോപ്പിക്കാണ്. തിയററ്റിക്കൽ ബേസ് ഓഫ് സാമ്പിളിംഗ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ടാബുലേഷൻ ഓഫ് ഡാറ്റ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താന്ന് നോക്കാം, തിയററ്റിക്കൽ ബേസ് ഓഫ് സാമ്പിളിംഗ്. അപ്പൊ സാമ്പിളിംഗ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സാമ്പിളിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് സാമ്പിൾസ് ഫ്രം എ ലാർജ് പോപ്പുലേഷൻ. നമുക്ക് ഒരു ഏരിയ ഓഫ് സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഏരിയ ഓഫ് സ്റ്റഡി ഭയങ്കര ഹ്യൂജ് ആൻഡ് ലാർജ് ആണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്യുന്നതിനാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാം. സോ വാട്ട് ആർ ദ ടു ഡിഫറെന്റ് തിയറീസ് ഓൺ വിച്ച് വി സെലക്ട് സാമ്പിളിംഗ്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ, നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരു രണ്ട് തിയറീസിന്റെ ബേസിലാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. ആ തിയറീസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദർ ആർ ടു തിയററ്റിക്കൽ ബേസ് ഓഫ് സാമ്പിളിംഗ്. There are two laws on which the theory of sample investigation is based. First theory എന്ന് പറയുന്നത് law of inertia of large numbers. Second one, law of statistical regularity. അപ്പൊ നമ്മൾ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് തിയറീസിന്റെ ബേസ്, ഈ രണ്ട് തിയറീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് തിയറി, law of statistical regularity. The law of statistical regularity states that a large sample selected at a random from a large population will possess the characteristics of that population. ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പറയുന്നത്, നമ്മളൊരു സാമ്പിൾ ചൂസ് ചെയ്യും അല്ലെ, നമ്മൾ സ്റ്റഡി, നമ്മളുടെ ഈസി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഒരു ലാർജർ പോപ്പുലേഷന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്യും. ആൻഡ് നമ്മൾ ഒരു പോപ്പുലേഷന് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ലാർജ് സാമ്പിൾ ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെക്കാം. നമ്മൾ റാൻഡ് ആയിട്ട്, നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക്കിന്റെയും ബേസ് അല്ല, നമ്മൾ ഒരു വലിയൊരു ഏരിയ ഓഫ് സ്റ്റഡി ഉണ്ട്, അതൊന്ന് നമ്മൾ റാൻഡ് ആയിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് എടുക്കും. പക്ഷെ ലാർജ് സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, റാൻഡ് ആയിട്ട് ലാർജ് സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ല, റാൻഡ് ആയിട്ട് കുറച്ച് ലാർജ് സാമ്പിളിനെ പിക്ക് ചെയ്യുകയാണെങ്കിൽ ആ എടുക്കുന്ന സാമ്പിള് നമ്മളുടെ എൻറ്റയർ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. സോ ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി states that a large sample selected at random, ലാർജ് സാമ്പിൾ ആയിരിക്കണം, സെലക്ട് ചെയ്യുന്നത് എന്തായിരിക്കണം, റാൻഡ് ആയിട്ടായിരിക്കണം. ചൂസ് ചെയ്തിട്ട് നമ്മൾ സെലക്റ്റീവ് ആയിട്ടല്ല, റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് നമ്മളുടെ എൻറ്റയർ പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സാമ്പിൾ ആയിരിക്കും. If a sample is selected at random from a population, it could be a representative of the population. നമ്മൾ റാൻഡ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഒരു ലാർജ് നമ്പറും ആണെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട പോപ്പുലേഷന്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ എടുക്കുന്ന ആ സാമ്പിളിന് ഉണ്ടാവും. എന്തിനാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്? ഇപ്പൊ നമ്മളൊരു സ്റ്റഡി നടത്തുകയാണ്, നമുക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് പഠിക്കണം, ഒരു ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു എൻറ്റയർ ഒരു നമ്മള് ബാങ്കിങ് സെക്ടർ എടുക്കുകയാണ്. എൻറ്റയർ ബാങ്കിങ് സെക്ടറിൽ, ഇന്ത്യയിലുള്ള എൻറ്റയർ ബാങ്കിങ് സെക്ടറിന്റെ എംപ്ലോയീസിന്റെ ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പഠിക്കണം എന്ന് വെക്കുക. അപ്പൊ നമുക്ക് എൻറ്റയർ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്ത് അതിന്റെ ഒരു റാൻഡം ആയിട്ട് നമ്മൾ കുറച്ച് എംപ്ലോയീസിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. ആ സാമ്പിൾ എടുക്കുമ്പോൾ ലാർജ് നമ്പറും എടുക്കണം, റാൻഡം ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി പറയുന്നത് ആ സാമ്പിൾ എന്തായിരിക്കും, എൻറ്റയർ പോപ്പുലേഷന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും. ഓക്കെ, ദിസ് ലോ ഇസ് ബേസ്ഡ് ഓൺ തിയറി ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി തിയറിന്റെ ബേസിലാണ് ഈ ലോ വരുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു റാൻഡം ആയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻറ്റയർ പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്ത തിയറി പറയുന്നത് ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് larger the size of sample, it is likely that the result of the sample will be more accurate. ഈ തിയറി പറയുന്നത്, നമ്മൾ എടുക്കുന്ന സാമ്പിൾ, നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ട്, അതിന് നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ എത്രത്തോളം ലാർജർ ആണോ നമ്മൾ എടുക്കുന്ന സാമ്പിൾ, അത്രത്തോളം അക്യുറേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. അപ്പൊ ചെറിയ നമ്പർ എടുക്കാണ്ട് കൂടുതൽ ലാർജ് നമ്പേഴ്സ് എടുക്കുക. അപ്പൊ ലാർജ് നമ്പേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കൂടുതൽ നമ്മളുടെ സ്റ്റഡി ശരിയാവാൻ ചാൻസ് ഉണ്ട്. So law of inertia of large number state that larger the size of sample that we take, the result of the sample will be more accurate. The law state that large samples are more stable than small ones. ഈ ലോ പറയുന്നത് ലാർജ് സാമ്പിൾ ആണ് സ്മോൾ സാമ്പിളിനേക്കാളും ഏറ്റവും ബെറ്റർ. അപ്പൊ രണ്ട് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സാമ്പിളിംഗ് എടുക്കുന്നത്. ലോ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സും ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ? The process of arranging data
in groups or classes according to their common characteristics and similarities is called classification. Classification of data എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ സാമ്പിളൊക്കെ കളക്ട് ചെയ്തു, നമ്മളിപ്പോൾ ഒരു ഏരിയ സ്റ്റഡി ചെയ്യാണ്, നമുക്ക് ആവശ്യമുള്ള സാമ്പിളും ഡാറ്റയൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഈ ലാർജ് ഡാറ്റാനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെ അനാലിസിസ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മുടെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ട്, കുറേ എംപ്ലോയീസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് പഠിക്കണം എന്ന് വെക്കാം. ഇപ്പൊ കുറേ എംപ്ലോയീസ് ഉണ്ടാവും, മെയിൽ എംപ്ലോയീസ്, ഫീമെയിൽ എംപ്ലോയീസ്, ബേസ്ഡ് ഓൺ ഏജ്, അങ്ങനെ കുറെ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റ അതിന്റെ കോമൺ ഗ്രൂപ്പ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. The process of arranging data in groups or classes according to their common characteristics and similarities. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റ അവരുടെ കോമൺ ആയിട്ടുള്ള സിമിലാരിറ്റീസ് ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പിങ്ങിനെയാണ്, അറേഞ്ചിങ്ങിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ? നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആ ക്ലാസിഫിക്കേഷന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഫീച്ചേഴ്സ് എന്താണ്? ഫസ്റ്റ് വൺ, എക്സ്ഹോസ്റ്റീവ്. It means each data item collected must be presented in any one of the classes. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന എല്ലാ ഡാറ്റക്കും എന്തെങ്കിലും ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമുക്ക് സ്റ്റഡി ചെയ്യാനാണ്. ഓരോ ഡാറ്റക്കും ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. ഇതാണ് എക്സോസ്റ്റീവ് എന്നുള്ള ഫീച്ചർ പറയുന്നത്. നെക്സ്റ്റ് വൺ, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അത് പറയുന്നത് ഈച്ച് ഐറ്റം ഓഫ് ഡാറ്റ മസ്റ്റ് ബി പ്രസന്റഡ് ഇൻ വൺ ക്ലാസ് ഓൺലി. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒരുമിച്ച് വരില്ല. അപ്പോൾ ഓരോ ഡാറ്റക്കും നമ്മുടെ കയ്യിൽ ഓരോ ഡാറ്റ ഉണ്ട്, ഒരു ഡാറ്റ ഏതെങ്കിലും ഒരു ക്ലാസ്സിലേ വരാൻ പറ്റുള്ളൂ. ക്ലാസ് എന്ന് പറയുന്നത് എന്താ? ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ക്ലാസ്സിലേ വരാൻ പറ്റുള്ളൂ. ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ, ഫ്ലെക്സിബിലിറ്റി. ക്ലാസിഫിക്കേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. സ്യൂട്ടബിലിറ്റി. ദ ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി സ്യൂട്ടഡ് ടു ദ പർപ്പസ് ഓഫ് സ്റ്റഡി. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഡാറ്റ നമ്മൾ എന്ത് ബേസിസിലാണോ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് അതിന് ഈസി ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ. നെക്സ്റ്റ് വൺ, അക്യുറസി. ഓക്കെ, നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് അക്യുറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ക്ലാസിഫിക്കേഷൻ എ ഗുഡ് കമ്പാരിസൺ ഷുഡ് ബി മെയ്ഡ് പോസിബിൾ. നമുക്ക് നന്നായിട്ട് ഒരു നല്ല സ്റ്റഡി ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അക്യുറേറ്റ് ആയിട്ട് വേണം നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ, ദ ഡാറ്റ ഷുഡ് ബി പ്രസന്റഡ് ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ ഫോം. നമ്മുടെ ഡാറ്റ സിമ്പിൾ ആൻഡ് ക്ലിയർ ഫോം ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഇത്രയാണ് ക്ലാസിഫിക്കേഷന്റെ ഫീച്ചേഴ്സ് വരുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, എക്സോസ്റ്റീവ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. Then what are the objectives of classification? To condense the data and make the data simple. നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ ഡാറ്റ ഉണ്ടാവും, അതിനെ കണ്ടൻസ് ചെയ്ത് സ്മോൾ ആക്കി സിമ്പിൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ടു ഫെസിലിറ്റേറ്റ് ഈസി കമ്പാരിസൺ ഓഫ് ഡാറ്റ. ഡാറ്റനെ ഈസി ആയിട്ട് കമ്പാരിസൺ ചെയ്യാൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഓരോ ഡാറ്റയും ഏതൊക്കെ കാറ്റഗറിയിലാണ് വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഈസി കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ദെൻ ടു പ്രസന്റ് എ കോംപ്ലക്സ് ഡാറ്റ ഇൻ എ ലോജിക്കൽ മാനർ. നമ്മുടെ കയ്യിലുള്ള ഹ്യൂജ് ഡാറ്റ ഒരു ലോജിക്കൽ മാനറിൽ ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസിഫിക്കേഷന്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സിമ്പിൾ ആക്കാൻ പറ്റും. ദെൻ ടു എനാബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ദ ഡാറ്റ കളക്റ്റഡ്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഹ്യൂജ് ഡാറ്റ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ടു മേക്ക് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ ഈ ഡാറ്റാസിന് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ നടത്തി നമുക്ക് ഇന്റർപ്രിട്ടേഷൻ നടത്താനും എന്താണ്, ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ദെൻ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നതിൽ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും ബേസിസിലാണ് നമ്മൾ ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ പ്ലേസ്. നമ്മൾ ഒരു പ്ലേസിന്റെ ബേസിസിലാണ് നമ്മൾ ഡാറ്റനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള കുറച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് സൗത്ത് ഇന്ത്യ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ ഈ ഓരോ സ്റ്റേറ്റ്സിലും എത്ര ഇൻഡസ്ട്രീസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനുസരിച്ച് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലൂടെ ഇപ്പൊ നമ്മൾ കുറെ ഡാറ്റ കേരളയിലുള്ള കുറെ ഇൻഡസ്ട്രീസ് എത്ര ഉണ്ട് എന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും.
അത് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ കേരളയിൽ ഇത്ര ഇൻഡസ്ട്രീസ് ഉണ്ട് 187, തമിഴ്നാട്ടിൽ ഇത്ര ഉണ്ട്, ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റും എൻറ്റയർ ഡാറ്റ. അപ്പോൾ ഒരു ജോഗ്രഫി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ വില്ലേജോ ടൗണോ ഒക്കെ ആണെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ജോഗ്രഫി ഓർ പ്ലേസസ്, അങ്ങനത്തെ ക്ലാസിഫിക്കേഷനെ വി ക്യാൻ സേ ആസ് ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ ടൈം ഓർ പീരിയഡ്. നമ്മൾ ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ടൈം അല്ലെങ്കിൽ പീരിയഡ് അനുസരിച്ചാണെങ്കിൽ അങ്ങനത്തെ ഡാറ്റ ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഹിയർ ഡാറ്റ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ മന്ത്, ഇയർ, ഡേയ്സ് എക്സെട്ര. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യയുടെ പോപ്പുലേഷൻ പറയണം. ഓരോ ഇയേഴ്സിലും ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് പറയണം. അപ്പൊ അവിടെ ഒരു ഇയർ വരുന്നില്ല. ക്രോണോളജി പറയുന്നത് ഏതെങ്കിലും ഒരു സമയം, ടൈം ലൈനെയാണ് ക്രോണോളജി എന്ന് പറയാം. ഒരു മന്ത് ആവാം, ഇയർ ആവാം, ഡേ ആവാം. അപ്പൊ ഇവിടെ ഇയറിന്റെ ബേസിസിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ 1947 പോപ്പുലേഷൻ ഇത്ര, ക്രോർസിലാണെങ്കിൽ ഇത്ര, അങ്ങനെ ഇയറിന്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിനെയാണ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വൺ, qualitative classification. Classification of data on the basis of attributes are known as qualitative classification. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഓരോ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ ന്യൂമറിക്കൽ ഫാക്ടേഴ്സിന്റെ പകരം ഓരോ ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ക്വാളിറ്റിയാണ്, അതിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലാസിഫിക്കേഷന് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. So classification of data on the basis of attributes are known as qualitative classification. This classification can be done by two methods. നമുക്ക് qualitative classification രണ്ട് മെത്തേഡിൽ ചെയ്യാം. Twofold or dichotomous classification, manifold classification. Qualitative classificationന്റെ രണ്ട് ടൈപ്സ് ആണിത്. ഫസ്റ്റ് വൺ twofold classification, അതിനെ dichotomous classification എന്നും പറയും. Here only one attribute is taken into consideration. അപ്പൊ ഇങ്ങനത്തെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു ആട്രിബ്യൂട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡൈക്കോട്ടമസ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസിഫൈ ഓഫ് പോപ്പുലേഷൻ ആസ് ലിറ്ററേറ്റ്സ് ആൻഡ് ഇല്ലിറ്ററേറ്റ്സ്. അപ്പൊ നമുക്കൊരു പോപ്പുലേഷനെ കുറിച്ച് പഠിക്കണം. അതിൽ എത്രത്തോളം ആളുകൾ ലിറ്ററേറ്റ് ആണ്, നല്ല നോളജ് ഒക്കെ ഉള്ള ആളുകളാണ്, എത്രത്തോളം ആളുകൾ ഇല്ലിറ്ററേറ്റ് ആണ്, അതറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലാസിഫിക്കേഷനേ ഉള്ളൂ, ലിറ്ററേറ്റും ഇല്ലിറ്ററേറ്റും. ആരാണ് ലിറ്ററേറ്റ്, ആരാണ് ഇല്ലിറ്ററേറ്റ്. അങ്ങനെ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനിൽ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലാസിഫിക്കേഷനാണ് ഡൈക്കോട്ടമസ് അല്ലെങ്കിൽ ടൂഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ. ഹിയർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് മോർ ദാൻ വൺ ആട്രിബ്യൂട്ട്. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു ആട്രിബ്യൂട്ടിനേക്കാളും അധികം ഡിഫറെന്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലാസിഫിക്കേഷനെ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെയിൽ ആസ് എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ്. അപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള മൊത്തം പോപ്പുലേഷൻ, ആ മൊത്തം പോപ്പുലേഷനിൽ മെയിൽസ് എടുത്തു, നമ്മൾ മൊത്തം മെയിൽസ് എത്ര എടുത്തു, ആ മെയിലിൽ തന്നെ എത്ര എംപ്ലോയിഡ് ഉണ്ട്, അൺഎംപ്ലോയിഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് ആട്രിബ്യൂട്ട് എടുത്തു. മെയിൽ എത്ര ഉണ്ട് എടുത്തു, അതിൽ തന്നെ എംപ്ലോയിഡ് എത്ര ഉണ്ട് എടുത്തു, അൺഎംപ്ലോയിഡ്. അപ്പോൾ രണ്ട് കൂടുതൽ ആട്രിബ്യൂട്ട്സിന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിന് നമ്മൾ മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന്റെ ടൈപ്സ്, ടൂഫോൾഡ് ക്ലാസിഫിക്കേഷനും മാനിഫോൾഡ് ക്ലാസിഫിക്കേഷനും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. Classification of data on the basis of measurable units are called quantitative classification. അപ്പൊ നേരത്തെ നമ്മൾ ക്വാളിറ്റേറ്റീവ് പറഞ്ഞു. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ക്വാളിറ്റീസ് വെച്ചായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഫോർ എക്സാമ്പിൾ ലിറ്ററസി, ഇല്ലിറ്ററസി, എംപ്ലോയിഡ്, അൺഎംപ്ലോയിഡ്, ഒരു ക്വാളിറ്റി വെച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് നമ്പേഴ്സ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. എക്സാമ്പിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് പീപ്പിൾ അക്കോർഡിംഗ് ടു ഏജ്, മാർക്ക്, പ്രൈസ്, ഇൻകം, ഒരു ക്വാണ്ടിഫൈഡ് നമ്പർ നമുക്ക് കിട്ടാൻ പറ്റുന്ന ക്ലാസിഫിക്കേഷനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. എന്ത് ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ക്രോണോളജിക്കൽ, ജോഗ്രഫിക്കൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്. ഇനി വാട്ട് ഈസ് എ വേരിയബിൾ?
A variable is a value that can change depending on conditions under different time and place. Variable എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. വേരിയബിൾ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. അത് ഡിഫറെന്റ് ടൈമിൽ ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് ഉള്ള ഐറ്റത്തിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ആട്രിബ്യൂട്ട്സ്, ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് സെക്സ്, എഡ്യൂക്കേഷൻ, ലിറ്ററസി എക്സെട്ര വിച്ച് കനോട്ട് ബി മെഷേർഡ്. ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആണ്. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരുടെ ഫീച്ചേഴ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഐറ്റത്തിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെക്സ്, ആളുകൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. മെയിൽ അതൊരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റീനെ നമുക്ക് ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. ലിറ്ററസി, ആളുകൾ ലിറ്ററേറ്റ് ആണോ ഇല്ലിറ്ററേറ്റ് ആണോ. ഒരു നമ്പറിൽ നമുക്ക് ഇപ്പൊ മാർക്ക് ആണെങ്കിൽ നമുക്ക് പറയാം ഒരാളുടെ മാർക്ക് ഇത്രയാണ്, പക്ഷെ ഒരാളുടെ സെക്സ്, ലിറ്ററസി ഒക്കെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഐറ്റത്തിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ ടാബുലേഷൻ. Tabulation is a systematic arrangement of data into columns and rows. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സാമ്പിൾ ചെയ്തത് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി ആ ക്ലാസിഫൈ ചെയ്ത ഡാറ്റാസിനെ നമ്മൾ ടേബിൾ ആക്കിയിട്ട് ഒരു റോ ആൻഡ് കോളായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഡാറ്റാസ് ക്ലാസിഫൈ ചെയ്തു, ഇനി അത് നമുക്ക് പെട്ടെന്ന് പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ ഇൻ ടു കോളംസ് ആൻഡ് റോസ്. Presentation of data for the purpose of analysis and presentation. നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റാനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി പ്രസന്റ് ചെയ്യുന്ന ആ ടേബിൾ ഫോമിനെയാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. What are the objectives of tabulation? Tabulation simplifies the complexity of data. നമുക്ക് ഹ്യൂജ് ഡാറ്റാനെ സിമ്പിൾ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് മേക്സ് ദ ഡാറ്റ സിമ്പിൾ. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിസൺ ഓഫ് ഡാറ്റ. ഡാറ്റാസിനെ കമ്പാരിസൺ ചെയ്യാനൊക്കെ നമുക്ക് ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. ഇറ്റ് പ്രസന്റ് ദ ഡാറ്റ ഇൻ എ കോൺസൈസ് ആൻഡ് കണ്ടൻസ്ഡ് ഫോം. നമുക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഫോമിൽ പ്രസന്റ് ചെയ്യും ടാബുലേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് ബേസിസ് ഫോർ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റാനെ അനാലിസ് ചെയ്യാനും ഇന്റർപ്രിറ്റ് ചെയ്യാനും ടാബുലേഷൻ ഹെൽപ്പ് ചെയ്യും. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാബുലേഷൻ. Now let's discuss what are the essential parts of a table. ഒരു ടേബിൾ നമ്മൾ ടാബുലേഷൻ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടായിരിക്കണം? ഫസ്റ്റ് വൺ, ടേബിൾ നമ്പർ. നമ്മൾ ഓരോ ടേബിൾസിന് ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ടൈറ്റിൽ ഓഫ് ദ ടേബിൾ, എന്ത് ഐറ്റത്തിനാണ് നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഉണ്ടാക്കുന്നത്, അതിനൊരു ടൈറ്റിൽ കൊടുക്കണം. ഹെഡ് നോട്ട് ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെന്റ് ബിലോ ദ ടേബിൾ വിച്ച് ഷോസ് ദ പെർട്ടിക്കുലേഴ്സ്. നമ്മൾ എന്തൊക്കെയാണ് പെർട്ടിക്കുലേഴ്സ് കൊടുക്കൂലേ, ഇപ്പൊ ഇയർ, നെയിം, അങ്ങനെ പെർട്ടിക്കുലേഴ്സ് കൊടുക്കണം. ദെൻ ക്യാപ്ഷൻസ്. ക്യാപ്ഷൻസ് എന്ന് പറയുന്നത് കോളം ഹെഡിങ്സ്. നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരോ കോളത്തിന് എന്ത് ഹെഡിങ് ആണ് കൊടുക്കുന്നത് അതിന് നമുക്ക് ക്യാപ്ഷൻ എന്ന് പറയാം. ദെൻ സ്റ്റബ് എന്ന് പറയുന്നത് റോ ഹെഡിങ്സിനാണ്. ക്യാപ്ഷന് കോളം ഹെഡിങ്സ്, സ്റ്റബ് ഓരോ റോന്റെ ഹെഡിങ്സിന് സ്റ്റെപ്സ് എന്ന് പറയും. ദെൻ ബോഡി ഓഫ് ദ ടേബിൾ, ഇവിടെയാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻസും ടൈപ്പ് ചെയ്യുന്നത്. ഓരോ കോളത്തിലും റോയിലും എന്തൊക്കെ വരും ആ കണ്ടന്റ്സിനെയാണ് ബോഡി ഓഫ് ദ ടേബിൾ എന്ന് പറയാം. ഫുട് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ടേബിളിനെ കുറിച്ച് എന്തെങ്കിലും ഫർദർ എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്നത് ഫുട് നോട്ടിലാണ്. ദെൻ സോഴ്സ് നോട്ടും കൊടുക്കണം. ഇറ്റ് ഈസ് ദ സോഴ്സ് ഫ്രം വെർ ദ ഇൻഫർമേഷൻ ഇസ് ടേക്കൺ. നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഡാറ്റ എന്ത് ബേസിസിൽ, ഏത് സോഴ്സിൽ നിന്നാണോ നമ്മൾ ടാബുലേറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ച് ഒരു നോട്ട് കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ടേബിളിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ടാബുലേഷൻ. നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ, സിമ്പിൾ ടാബുലേഷൻ. ടേബിൾ ദാറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ റിലേറ്റിംഗ് ടു വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓൺലി. നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടാബുലേഷനെ നമുക്ക് സിമ്പിൾ ടാബുലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ വൺ വേ ടേബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കൊമേഴ്സിലെ കുറച്ച് ഫാക്കൽറ്റീസിനെ കുറിച്ച് പഠിക്കണം. കൊമേഴ്സിലെ ഫാക്കൽറ്റീസ് എത്ര ഉണ്ട് എന്ന് നമുക്കറിയണം അല്ലെ. നമുക്ക് ഫാക്കൽറ്റീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ഫാക്കൽറ്റീസ് എത്ര ഉണ്ട് എന്ന് അറിയണം. അവിടെ ഒരു ഡാറ്റ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പൊ കൊമേഴ്സ് എന്നുള്ള ഫാക്കൽറ്റി, അവിടെ കൊമേഴ്സിൽ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, 60. ഇംഗ്ലീഷിൽ എത്ര ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, 30. ഇപ്പൊ നമുക്കൊരു കോളേജിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര സ്റ്റാഫ് ഉണ്ട് എന്ന് അറിയാം. ഇവിടെ നമ്മൾ ഒരു ഡാറ്റ മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലെ. എത്ര നമ്പർ ഓഫ് സ്റ്റാഫ് ഉണ്ട്, ഒരു ഡാറ്റ പഠിച്ചാൽ മതി. അപ്പൊ നമുക്കറിയണം ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഓരോ നമ്പർ ഓഫ് സ്റ്റാഫ് എത്ര ഉണ്ട്, ഓരോ മെയിൽ ആൻഡ് ഫീമെയിൽ എത്ര ഉണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് പറയാം.
അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഡാറ്റ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് വൺ ക്ലാസിഫിക്കേഷൻ മാത്രമാണെങ്കിൽ അങ്ങനത്തെ ടാബുലേഷൻ ആണ് സിമ്പിൾ ടാബുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്രോസ് ടാബുലേഷൻ. A table which contains data relating to more than one characteristics is called complex table or manifold table. അപ്പോൾ നമ്മൾ ടാബുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടേബിളിൽ ഒരു ഫാക്ടറിനേക്കാളും അധികം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടേബിളിനെ നമ്മൾ ക്രോസ് ടാബുലേഷൻ എന്ന് പറയും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഐറ്റത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ടേബിളിനെയാണ് ക്രോസ് ടാബുലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനത്തെ ടേബിൾസിന് ഒന്നല്ലെങ്കിൽ കോംപ്ലക്സ് ടേബിൾ അല്ലെങ്കിൽ ക്രോസ് ടാബുലേഷൻ അല്ലെങ്കിൽ മാനിഫോൾഡ് ടേബിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഓഫീസിലുള്ള എംപ്ലോയീസിനെ ഏജ് ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യണം. ഓരോ എംപ്ലോയീസിന്റെയും ഏജ് കാറ്റഗറി, ആ ഓരോ ഏജ് കാറ്റഗറിയിലും എത്ര മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട്, ആ മെയിൽ ആൻഡ് ഫീമെയിലിൽ എത്ര സ്കിൽഡ് ഉണ്ട് അൺസ്കിൽഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതിൽ നമുക്ക് ഏജ് അറിയണം. എംപ്ലോയീസിന്റെ ഏജിന്റെ ബേസിസിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. എന്നിട്ട് ഓരോ ആളുകളുടെയും ആ ഒരു ഏജ് അനുസരിച്ച് എത്ര മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട്, ആ മെയിലും ഫീമെയിലും എത്ര സ്കിൽഡ് ഉണ്ട് അൺസ്കിൽഡ് ഉണ്ട് നമുക്ക് അറിയണം. അപ്പൊ ക്രോസ് ടാബുലേഷൻ എന്ന് പറയുന്നത് ടാബുലേഷൻ ഓൺ ദ ബേസ് ഓഫ് മോർ ദാൻ വൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന് കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടാബുലേഷനെ ക്രോസ് ടാബുലേഷൻ എന്ന് പറയും. അപ്പൊ ടാബുലേഷന്റെ ക്ലാസിഫിക്കേഷൻ രണ്ടെണ്ണമാണ്, സിമ്പിൾ ആൻഡ് ക്രോസ് ടാബുലേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. ക്ലാസിഫിക്കേഷനും ടാബുലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് അറിയാം. ക്ലാസിഫിക്കേഷൻ ഇസ് ദ ഗ്രൂപ്പിംഗ് ഓഫ് ഡാറ്റ ഓൺ ദ ബേസ് ഓഫ് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ഐറ്റത്തിന്റെയും സിമിലാരിറ്റി അനുസരിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്ത ഐറ്റത്തിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ഒരു ടേബിൾ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാബുലേഷൻ എന്ന് പറയാം. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഇൻ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ടാബുലേഷൻ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ടാബുലേഷന്റെ ബേസിസിലല്ല, ബട്ട് ടാബുലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ. ടാബുലേഷൻ നമ്മൾ ചെയ്യുന്നത് ഈ ക്ലാസിഫൈ ചെയ്ത ഐറ്റംസ് വെച്ചാണ് നമ്മൾ ടാബുലേഷൻ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ടു ഗ്രൂപ്പ് ഓർ ക്ലാസ്സസ്. നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ടാബുലേഷൻ ഈസ് ദ പ്രസന്റേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റാനെ പ്രസന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ടാബുലേഷൻ എന്ന് പറയാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിംഗ്, ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റേഷൻ. ദെൻ ക്ലാസിഫിക്കേഷൻ ഈസ് നോട്ട് എ മെക്കാനിക്കൽ ഫംഗ്ഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഫംഗ്ഷൻ അല്ല, ടാബുലേഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ ടേബിളൊക്കെ വരച്ച് നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്താൽ മതി. ടാബുലേഷനിൽ നമ്മൾ മെക്കാനിക്കൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എൻ്റർ ചെയ്യണം, അതിനെ ഗ്രൂപ്പ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ട ഒക്കെ പ്രോസസ്സാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ, ഹിയർ ഡാറ്റാസ് ആർ ഡിവൈഡഡ് ഇൻ ടു ക്ലാസസ് ആൻഡ് സബ് ക്ലാസസ്. ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഐറ്റത്തിനെയും ഗ്രൂപ്പ് ചെയ്യുന്നത് ഓരോ ക്ലാസ് ബേസിസിലാണ്. In tabulation, data are presented in the form of proper headings and subheadings. Tabulation ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റാനെ ഓരോ ഹെഡിങ്സും സബ് ഹെഡിങ്സും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷന്റെ ഡിഫറൻസ്.